ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഹുക്ക് 3.0 mm ഹുക്കാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാജിക് റിംഗ്, chain 1 2 3 സർക്കിളിനുള്ളിൽ 15 ഡബിൾ ക്രോഷേ ചെയ്യണം. One, 2, 3, 4, 5, 6, 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ നെക്സ്റ്റ് കളറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. യെല്ലോ കളർ നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് എടുക്കാം. നമ്മുടെ നെക്സ്റ്റ് കളർ നമ്മൾ ആഡ് ചെയ്തു. ഇത് കട്ട് ചെയ്ത് കളയണ്ട, ബ്രൗൺ കളറ്. ചെയിൻ 1 2 3 ചെയിൻ ചെയ്യുമ്പോൾ ഈ യെല്ലോയാണ് ഇതിനൊപ്പം തന്നെ ചേർത്ത് വെക്കണം. സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്, chain 1 2 3 chain, skip 1 chain, next chain slip stitch. Chain 1 2 3, skip 1 chain, next chain slip stitch. Chain 1 2 3, skip 1 chain, slip stitch. Chain 1 2 3, skip 1 chain, slip stitch. Chain 1 2 3, skip 1 stitch, next chain slip stitch. Chain 1 2 3, skip 1 chain, next chain slip stitch. Chain 1 2 3. ഈ ഫസ്റ്റ് സ്കിപ്പ് ഓൺ ചെയിൻ, നെക്സ്റ്റിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇപ്പോൾ 3 ചെയിൻ്റെ 1 2 3 4 5 6 7 8 3 ചെയിൻ്റെ സെറ്റാണുള്ളത്. നെക്സ്റ്റ് റൗണ്ട് ഈ ബ്രൗൺ കളർ നമുക്ക് എടുക്കാം. യെല്ലോ കളറിനെ ഒന്ന് താഴത്തേക്ക് വലിക്കും. അപ്പം അവിടെ അത് സെറ്റ് ആയിക്കോളും.
chain 1, 2, 3, 4 ചെയിനാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിനുള്ളിലല്ല, ഈ 3 ചെയിൻ ചെയ്തേക്കണതിനല്ല, ഈ കാണുന്ന ഈ ചെയിനിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത ചെയിനിലാണ് ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സെക്കൻഡ് റൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ചെയിൻ 1, chain 1, 2, 3, 4. Next slip stitchil വീണ്ടും ഒരു slip stitch ചെയ്യും. chain 1, 2, 3, 4. slip stitch, chain 1, 2, 3, 4. നെക്സ്റ്റ് ഈ സ്ലിപ്പ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ലാസ്റ്റ് കുറച്ച് ലൂസാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് യെല്ലോ കളർ, chain 1, 2, 3, 4, 5. നെക്സ്റ്റ് ഈ സ്ലിപ്പ് സ്റ്റിച്ചിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച്, chain 1, 2, 3, 4, 5. നെക്സ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ഒരു ആ ചെയിൻ ലൂസാക്കി എടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് ഈസി ആയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. 2, 3, 4, 5. സ്ലിപ്പ് സ്റ്റിച്ച്. അതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യണം. ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ലാസ്റ്റ് ഈ ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് കളർ, chain 1, 2, 3, 4, 5, 6. നമ്മൾ ഈ ഫസ്റ്റ് ഇതിൽ 3 ചെയിനാണ് ചെയ്തത്. സെക്കൻഡ് റൗണ്ടിൽ 4. നെക്സ്റ്റ് ഇതിൽ 5 ചെയിൻസ് ചെയ്തു. ഈ ഒരു റൗണ്ടിൽ 1, 2, 3, 4, 5, 6. ഈ റൗണ്ടിൽ 6 ചെയിൻസ് ആണ് ചെയ്യുന്നത്. ഓരോ റൗണ്ട് ചെല്ലും തോറും നമ്മൾ ഈ ചെയിൻ്റെ ഇത് കൂട്ടിക്കൊണ്ട് വരും. നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ചെയ്യുന്നത് 7 ചെയിൻ ആയിരിക്കും. നെക്സ്റ്റ് റൗണ്ടിൽ 7 ചെയിൻസ് ആയിരിക്കും ചെയ്യുന്നത്. സിക്സ് ചെയിൻ, സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1, 2, 3, 4,
5 6 6 chain, slip stitch in the mulla slip stitch, chain 6, slip stitch. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരും. നെക്സ്റ്റ് റൗണ്ട് chain 1 2 3 4 5 6 7 chain, ഇതേപോലെ നെക്സ്റ്റ് റൗണ്ട് വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ 7 ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് റൗണ്ട് ആകുമ്പം 8, അതിൻ്റെ നെക്സ്റ്റ് റൗണ്ട് 9 10. അതിന് നമുക്ക് ഇത് എത്ര വലിയ ഇത് വേണേലും നമുക്ക് ഇതും വെച്ച് ചെയ്യാവുന്നതാണ്. 8 ചെയിൻ വരും. നെക്സ്റ്റ് റൗണ്ട് വരുമ്പം 8 ചെയിൻ വരും. അതിൻ്റെ നെക്സ്റ്റ് റൗണ്ട് വരുമ്പോഴത്തേക്കും 9 ചെയിൻ വരും. അങ്ങനെ നമുക്ക് എത്ര വേണേലും വലുതാക്കി ഇത് ഒരു ടേബിൾ ക്ലോത്ത് പോലെയും ചെയ്യാം, ഒരു കോസ്റ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന വലുപ്പത്തിലും ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പം ഇത് ഞാൻ ബാക്കിയും കൂടെ ചെയ്തിട്ട് വരാം.